വചനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന സ്വാമിയുടെ പ്രിയപ്പെട്ട അമ്മയും അച്ഛനും, നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൻ കുഞ്ഞിനും ഏറ്റവും ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ കണ്ണൻ കുഞ്ഞിൻ്റെ മാഷമാരായ അജയ് മാഷ്, പിന്നെ വോയിസ് ഓഫ് ഡിസേബിൾ പ്രസിഡന്റ് ശ്രീ സുരേഷ് സർ, പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട സ്വാമിയെ പൊന്നാടണിയിക്കാൻ എത്തിയിരിക്കുന്ന രജിഷ മനോജ്, മൊമൻ്റെ നൽകാക്കുന്ന അജയ് മാഷ്, പിന്നെ വേദിയിലും സദസ്സിൽ വിളിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്വാമിയുടെയും കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും, എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസകളും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര പ്രാർത്ഥനക്കായി അക്ഷയ് ക്ഷണിക്കുന്നു. മതികല മുദീതൻ പ്രസംഗം നടത്തുന്നതിനായി അജയ് മാഷിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെ, അതുപോലെ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകം ഓർത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഈ കൂട്ടായ്മ എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് പുതിയ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടായി. നമുക്ക് സത്യത്തിൽ എല്ലാം കഴിഞ്ഞ ഒരു വ്യക്തിയായാലും ഒരുപാട് കുറവുകളുണ്ടായി. പക്ഷേ അപൂർവം എന്തെങ്കിലും ചെറിയൊരു കുറവുണ്ടായ വ്യക്തിത്വത്തിന് ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് കുറച്ച് നേരം കൊണ്ട് സംസാരിച്ചപ്പോൾ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയ്ക്കും ആത്മവിശ്വാസവും അതേപോലെ തന്നെ ബിസിനസ്സുകളും അതേപോലെ തന്നെ എല്ലാ നിലയ്ക്കും വളരെ നല്ല നിലയ്ക്ക് എത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയൊരു മൂല്യം മനസ്സിലായി. കാരണം നമ്മുടെ കണ്ണനിൽ നിന്ന് ഒരു പുതിയൊരു കൂട്ടായ്മ ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ നടക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആവശ്യകതമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ മനുഷ്യര് എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുന്ന മനുഷ്യര് ഒന്നുമില്ലാത്ത മനുഷ്യരായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുള്ള ഇത്തരം കൂട്ടായ്മകൾ പ്രത്യേകിച്ചും ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച നമ്മുടെ കണ്ണൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ നമ്മുടെ കേരളം മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മ. എനിക്ക് തോന്നുന്നത് കേരളം മൊത്തമല്ല, ഈ കൂട്ടായ്മ നമ്മുടെ ഇന്ത്യ കഴിഞ്ഞാൽ അതിൻ്റെ വേൾഡ് പരമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് മാറും. അതിനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. ആ ഒരു പവർ നമ്മുടെ കണ്ണൻ്റെ അച്ഛനമ്മയ്ക്കുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആ കൂട്ടായ്മയ്ക്കുണ്ട്, ഓരോ വ്യക്തിത്വങ്ങൾക്കുണ്ട്. ഞങ്ങൾ സ്കൂൾ പരമായിട്ടും എല്ലാ കൊണ്ടും ശ്രദ്ധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓരോ വ്യക്തിത്വങ്ങളും നമുക്ക് നമ്മുടേതായ ഈ കൂട്ടായ്മയ്ക്ക് എത്രത്തോളം സഹകരിക്കാൻ പറ്റും, എത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റും, ആ തരം പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നും എല്ലാവിധ ഞാൻ നേരിടുന്ന എല്ലാവിധ ആശംസകളും ഇത്തരത്തിലുള്ള വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഈ തരത്തിലുള്ള ഈ കൂട്ടായ്മയ്ക്ക് നേർന്നുകൊണ്ട് എൻ്റെ
സ്കൂളിൻ്റെ പേരിലും KV കൃഷ്ണകുളത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേക ആശംസകൾ രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. താങ്ക് യു. സാധ്യയുടെ മാതാപിതാക്കളും മറ്റ് വിശിഷ്ട വ്യക്തികളും എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സ്വാതി എഴുതിയ പുസ്തക പ്രകാശത്തിനും പിന്നെ കണ്ണൻ്റെ ജന്മദിനം 12 വയസ്സെത്തുന്ന ജന്മദിനം ആശംസിക്കുന്നതിന് വേണ്ടിയാണ്. പുസ്തകം എഴുതുക എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നമ്മൾക്ക് അനുഭവസമ്പത്തും ജ്ഞാനവും നൽകുന്നത്. പരന്ന വായനയാണ് നമുക്ക് വിജ്ഞാനവും പദസമ്പത്തും നൽകുന്നത്. ഇത് രണ്ടും ചേരുമ്പോഴാണ് നമുക്ക് ഭാവന ഉണ്ടാവുക. പണ്ട് MT വാസുദേവൻ സാർ പറഞ്ഞതുപോലെ നമുക്കൊരു ഭാവന കഥാബീജമായി വന്നാൽ അതൊരു ഗർഭധാരണം പോലെയാണ്. ഈ ഭാവന നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്താ പറയുക, ചാവലയെ പോലെ മറ്റു പോകണം. പക്ഷെ അത് കൃത്യമായി പ്രസവിക്കുന്ന എഴുത്തുകാർ, അതിന് നമുക്ക് സാധിക്കണം. അതെല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ അത് സാധിക്കാൻ സാധിച്ചു. ഒന്നല്ല, രണ്ടാമത്തെ പുസ്തകമാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമുക്കത് സാധിക്കുന്നില്ല. അപ്പോൾ സാധിച്ചു. സാധാരണക്കാരെ പോലെയല്ല. ഒരു കണ്ണൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടിയുടെ അമ്മയാണ്. നമ്മുടെ സമൂഹത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ ജനിച്ചു കഴിഞ്ഞാൽ കൂടെ ഒരു ഏറ്റിലേക്കുള്ളവരും ഭിന്നശേഷിക്കാരനായി മാറുന്നുണ്ട്. ചിലപ്പോൾ അമ്മയാവാം, സഹോദരനാവാം, അച്ഛനാവാം, ഭാര്യയാവാം. അവർ സ്വയം ഭിന്നശേഷിത്വത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി ചേരുകയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അങ്ങനെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്. ഇപ്പോൾ സ്വാതി ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്വാധീനം തിരഞ്ഞെടുപ്പ് വെച്ചാൽ ഈ കുട്ടികളുടെ അമ്മമാരും വീട്ടുകാരും വളരെയധികം സ്ട്രഗിൾ ചെയ്ത് പരിതപിച്ച് കരഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ അവർക്ക് മുന്നിലൊരു മാതൃകയാണ്. 10,000-കണക്കിന് മേലെ താഴെ ഉണ്ടെന്നാണ് കേരളത്തിൽ ഈ കുട്ടികൾ. അവരുടെയൊക്കെ അപൂർവം പേരെ ഇങ്ങനെ അതിജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട്. അപ്പം ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും നെറ്റിപ്പട്ടുണ്ടാക്കുന്നു, മറ്റു കുറേ കാര്യങ്ങളുണ്ട്. യാത്രകൾ പോകുന്നു, വിമാനങ്ങളുടെ ഒരുപാട് പുസ്തകം എഴുതുന്നു. അങ്ങനെയുള്ളവർക്ക് അഭിനന്ദിക്കാൻ കിട്ടിയ അവസരം ആശംസിക്കുകയല്ല ചെയ്യുന്നത്, അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി മറ്റുള്ളവർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ രീതിയിൽ ഞങ്ങളുടെ രക്ഷാധികാരി അദ്ദേഹം 3 ദിവസം നിന്നുള്ളതാണ്. ആൾ അവിടെ സിറ്റിസണാണ്, മലയാളിയാണ്. അത് പെട്ടെന്ന് പുറത്തേക്ക് പോയി. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വേദി വളരെ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം കണ്ണൻകുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രകാശനത്തിനായി ഏറ്റവും പ്രിയപ്പെട്ട സ്വാതിയുടെ അച്ഛനും അമ്മയും സ്വാതി ക്ഷണിച്ചോളുന്നു. പങ്കെടുക്കുന്നത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും ഇത്രയും എന്താ പറയുക, നിങ്ങളെല്ലാം ഈ കൂട്ടായ്മ അല്ലേ, മല്ലു മാം ഫാമിലി, എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. കാരണം ഒത്തൊരുമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിന് സഹകരിക്കാനായിട്ടുള്ള നിങ്ങളുടെ മനസ്സ്, അതിനാണ് ഏറ്റവും വലിയ കയ്യടി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാവട്ടെ. ഇന്ന് നമ്മുടെ കണ്ണന്റെ പിറന്നാളാണ് അല്ലേ. അപ്പൊ കണ്ണനും നല്ല ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കിട്ടി അവന് 100,000 ജന്മദിന ആഘോഷം നമുക്ക് നടത്താനും അവന് നല്ലൊരു ഭാവി, അതായത് ഭഗവാൻ ഇനിയും അവന്റെ കാര്യങ്ങളിൽ ഇതേപോലെ നല്ലൊരു രൂപത്തിൽ അവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരേ എന്താ പറയുക നല്ല മനസ്സോടുകൂടി നിങ്ങൾ കൂടെ എല്ലാവരും ഉണ്ടാവണം. കാരണം
സ്വാതിക്ക് നന്നായിട്ട് ഇതേപോലെ പ്രവർത്തിക്കാനും ഇത്തരം പുസ്തകങ്ങൾ ഇനിയും നല്ല രീതിയിൽ എഴുതാനും അതൊക്കെ പ്രകാശനം ചെയ്യാനും സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി, നമസ്തേ. നമ്മുടെ സ്നേഹപൂർവ്വം എനിക്കായി പുസ്തകത്തിന്റെ കവർ പേജ് ഇത്രയും ഭംഗിയായി ചെയ്തു തന്ന ബൈജു ചേട്ടന് ചെറിയൊരു ഉപഹാരം നൽകുന്നതിനായി സ്വാതിയെ ക്ഷണിക്കുന്നു. സ്വാതിയുടെ സ്നേഹപൂർവ്വം എനിക്കായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ആദ്യ വിൽപ്പന ആയിട്ട് എനിക്കതെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷം. സ്വാതിയോടൊക്കെ എനിക്ക് ഒരു ആരാധനയാണ്. ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എഴുത്തും അതിൻ്റെ കൂടെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാനും കുറേശ്ശൊക്കെ എഴുതുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ആരാധനയോടെയാണ് ഞാൻ സ്വാധീനി ഒക്കെ കാണുക. ഞാനൊരു ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിനുള്ളൊരവസരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ കണ്ണൻ്റെ പിറന്നാളാണല്ലോ, അപ്പോൾ പല സ്ഥലത്തു നിന്നും ഇതുപോലെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിലും സ്നേഹമാണ്. ഈ സ്നേഹം എല്ലായിടത്തും നിലനിൽക്കട്ടെ, അതാണ് എൻ്റെ പ്രാർത്ഥന. ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. എനിക്കധികം പ്രസംഗിച്ചിട്ടൊന്നും പരിചയമില്ല, കുറച്ച് എഴുത്തും വായനയൊക്കെ ഉണ്ടെന്നാണോ. അപ്പം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം എല്ലാവർക്കും. ഞാനും ഇങ്ങനെ മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് അധികം സംസാരിച്ച് പരിചയമുള്ള ഒരാളൊന്നുമല്ല. എല്ലാവർക്കും വീഡിയോയുടെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ എനിക്ക് ഒരു വിഷയമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഒരു സദസ്സിന്റെ മുന്നിൽ സംസാരിക്കാൻ എപ്പോഴും എനിക്കൊരു കയ്യറ പോലെയാണ്. ഞാൻ അണയാത്തച്ചു അല്ല എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് ഞാനത് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ 2-3 തവണ ആലോചിച്ചു. പക്ഷെ ആ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ പറ്റി. അത് കണക്ക് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ വന്നു, ഭയങ്കര സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ചെറിയ രീതിയിൽ അത്യാവശ്യം നമുക്ക് അറിയുന്ന കുറച്ച് പേരെയൊക്കെ വിളിച്ച് നടത്താം, അങ്ങനെയൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു സദസ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പൊ അണയാത്ത ചോള എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ലൈഫ് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ മകനായിട്ട് അനുഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എനിക്ക് ചിലപ്പോൾ അത് വലിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ പുറത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തതുപോലെയാണ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സമയം എടുത്തിട്ട് ഞാൻ എഴുതിയുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം തന്നെ പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് നമ്മൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുക എന്നൊരു ഉള്ളടക്കമാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു നോവലാണ്, ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ പുസ്തകം വായിക്കാനായിട്ട് ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. അതിലെന്താണ് കണ്ണന്റെ കഥ, എന്താണ് നമ്മുടെ ലൈഫ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷയോട് കൂടി ആയിരിക്കും ആ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇതൊരു കഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു നല്ലൊരു സ്റ്റോറി തന്നെയാണ്. നമ്മള് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളിൽ തന്നെ കൂടുതൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാന്നുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു പുസ്തകം നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇപ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടനും നമ്മുടെ സംഘടനയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങനെ വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിട്ട് ഈ സുരേഷ് ചേട്ടനൊക്കെ ഈ ഒരു ഇതിലാണ് വണ്ടി ഓടിച്ച് വലപ്പാടുന്നാണല്ലേ നല്ല ചെറിയ നാൾ വന്നത്. അപ്പൊ ഇത്രയും ദൂരത്തൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ വരാനും പറ്റിയ സത്യം പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ വരുന്ന എനിക്ക് അറിയാമായിരുന്നു. ബാക്കി ആരും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. കണ്ണനും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്നും അവിടെ ഇരുന്ന് പോവുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനും പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ ചിന്തിച്ച് നിന്നുള്ളൊരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളുടേതായുള്ള സന്തോഷങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം. പിന്നെ
പിന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഈ പരിപാടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ബുക്കിനെ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നന്ദി പറയാണ്. എൻ്റെ പേര് അക്ഷയ്. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണനെ കാണുന്നത് എൻ്റെ ടീച്ചർമാർ മുഖേനയാണ്. നന്ദകുമാർ ടീച്ചർ, അതുപോലെ തന്നെ ബാല ടീച്ചർ, അവരുടെ സാരഥിയാണ് ഞാൻ. അവരിനായിട്ട് വന്നാണ് കണ്ണനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരവിൽ കണ്ണന് ഒരു കുഞ്ഞ് പാട്ട് പാടിക്കൊടുത്തു. അന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് കണ്ണന് സോപാന സംഗീതം കണ്ണൻ്റെ മുമ്പിൽ പാടണം എന്നുള്ളത്. ഞാനിപ്പോൾ ഈ പാടുന്നത് കണ്ണന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അടിമലരിന
എന്തായാലും ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സമയം കടന്നു പോകുന്നത്. നമ്മുടെ വിദ്യാലയത്തിലെ കണ്ണൻ്റെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നതിൽ വളരെയധികം എനിക്കൊരു അഭിമാനം ഇന്നും കൂടി രാവിലെ ഇറങ്ങിയപ്പോൾ തോന്നി. കാരണം ഞാൻ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കാണ് ഇന്ന് എവിടേക്കാണ് പോണേ, കാരണം ഞങ്ങൾക്ക് വെക്കേഷൻ ആണല്ലോ, അപ്പോൾ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ കണ്ണൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ഈ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കാണുന്നത് കുറവാണ്. പക്ഷേ എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ കണ്ണനെ കുറിച്ചിട്ട് എനിക്ക് പറയേണ്ടി വരുന്നില്ല, കാരണം ഫുള്ളായിട്ട് എല്ലാ വീഡിയോസും കാണുന്ന കുറേ പേരിൽ ഒരാളാണ് എൻ്റെ അമ്മയും കൂടിയും. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്മയും ആ ഫാമിലിയും കണ്ണനൊക്കെ നമ്മുടെ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗമായത് കണ്ണൻ ഈ വേദിയിൽ പങ്കുവയ്ക്കുകയാണ്. ഇനി കണ്ണൻ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് മാറുകയാണ്. കാരണം 7ാം ക്ലാസ് വരെയുള്ള നമ്മുടെ വിദ്യാലയം. അപ്പം നമ്മൾ നെക്സ്റ്റ് ഇയർ ഇപ്പം മെയ് 2 കഴിഞ്ഞു, പാസ്സായി. അപ്പം നെക്സ്റ്റ് നമ്മുടെ OSAയിൽ കൂടി ഞങ്ങൾ നമ്മുടെ കണ്ണനെ ചേർക്കാണ്. ഞങ്ങൾക്ക് മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യത്തെ പുസ്തകമായ ജ്വാലയായി എന്നുള്ള പുസ്തകം നമ്മുടെ വിദ്യാലയത്തിലാണ് പ്രകാശനം ചെയ്തത്. അത് ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രോഗ്രാമായിട്ട് തന്നെ മാറി. ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ കേരളത്തിലുടനീളമുള്ള സ്വാതിയുടെ ആരാധകര് അവിടെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരികയും ഞങ്ങൾക്ക് ശരിക്കും അന്ന് വലിയൊരു അത്ഭുതം തന്നെയാണ് തോന്നിയത്. പിന്നീടാണ് നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് കേരളം മാത്രമല്ല, നേരത്തെ മാഷ് പറഞ്ഞ വേൾഡിലുള്ള എല്ലാ മലയാളീസും നമ്മുടെ കണ്ണൻ്റെയൊക്കെ ആരാധകരാണ്. എന്തായാലും കണ്ണൻ്റെ ഈ ജന്മദിനത്തിലൂടെ ഞങ്ങൾക്ക് പങ്കുചേരാൻ സാധിച്ചതിലും ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. രക്ഷാധികാരി ശശി സാറിനെ സ്വാതിക്കൊരു ഉപഹാരവും മൊബൈലിലേക്ക് കൊടുക്കുന്നതിനായി പേരിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകം എല്ലാ മലയാളികൾക്കും ഓക്കെ, താങ്ക് യു. പ്രസംഗത്തിനായി നന്ദകുമാരി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വൈപ്പിക്കരയിൽ നിന്നാണ് വരുന്നത്. ഒരു അധ്യാപികയാണ്, റിട്ടയേർഡ് അധ്യാപികയാണ്. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം സ്വാതിയുടെ ആദ്യത്തെ ബുക്ക് അണയാത്ത ജ്വാല എന്ന ബുക്ക് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ സ്കൂളിൽ വെച്ച് അവിടെ സന്നിഹിതയായിരുന്നു. അവിടുത്തെ അധ്യാപകരെയും കുട്ടികളെയും ടീച്ചർമാരെയും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ആദ്യമായിട്ടാണ് ഞാൻ കണ്ണനെയും കുടുംബത്തെയും ഒക്കെ കാണുന്നത്. അതിനു മുൻപ് എനിക്ക് അവരുമായിട്ടുള്ള പരിചയം യൂട്യൂബ് വഴിയാണ്. അങ്ങനെ കുറേ നാളുകളായിട്ട് അങ്ങനെ കണ്ട് എനിക്ക് ഈ കണ്ണനോടുള്ള ഒരു അമിതമായൊരു വാത്സല്യവും സ്നേഹവും അതിൻ്റെ പുറകിൽ അവനെ നോക്കാനും വളർത്താനുമായിട്ട് സ്വാതി നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ പരിശ്രമങ്ങളും എൻ്റെ മനസ്സിനെ ആകർഷിക്കുകയുണ്ടായി. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും അതിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇങ്ങനെ പരിചയപ്പെട്ട് എന്നെ വിളിച്ച് ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. അന്ന് ആ പുസ്തകത്തിൻ്റെ പ്രസാദന ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷെ ഇന്ന് രണ്ടാമത്തെ പുസ്തകമായ സ്വാതിയുടെ പുസ്തകത്തിൽ അവതാരി എഴുതിയിരിക്കണ ഞാനാണ്. ഇത് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. അതിനൊരു ഭാഗ്യമുണ്ടായിരുന്നു. അതൊരു നിമിത്തമായിട്ട് ഞാൻ വിചാരിക്കണം. ആദ്യമായിട്ട് ഒരു ചടങ്ങിന് സാന്നിധ്യം വഹിക്കാൻ വന്ന ആളാണ്. പക്ഷെ രണ്ടാമത്തെ ബുക്കിന് സ്വാതി എന്നോട് അവതാരിക എഴുതാൻ ആവശ്യപ്പെട്ടു. ഞാനത് എഴുതി സന്തോഷത്തോടുകൂടി എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യം സ്വാതിയോട് നന്ദി പറയട്ടെ. പുസ്തകം ഞാൻ വായിച്ചു. അധ്യാപിക ആയതുകൊണ്ട്
ഈ കാര്യങ്ങളിലൊക്കെ ഇത്തിരി താല്പര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് വായിക്കാനും അതിന് എഴുതി കൊടുക്കാനും എനിക്ക് സാധിച്ചു. എന്തായാലും നിങ്ങളെല്ലാവരും വായിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. നല്ലൊരു പുസ്തകമാണ്. നല്ല ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ എഴുതിയേക്കുന്ന ആളാണ്. എഴുതാനുള്ള ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, യാതൊരു സംശയവും എനിക്കില്ല. പിന്നെ ഇവിടെ വന്ന് ചേർന്നേക്കുന്ന ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് വന്നേക്കുന്ന ആൾക്കാർ, പല സ്ഥലത്ത് നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് വന്നേക്കണവരല്ല. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ. ദിവസവും കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ടും കൂടെ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, പേര് പോലും അറിയില്ല, അറിയാത്തവരുണ്ട്. പിന്നെ ഇവിടെ വന്ന് ചേരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഗ്രൂപ്പില്. അവിടെ എന്തായിരിക്കും, അവിടെ ഒന്ന് പടമൊക്കെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ, വീഡിയോ ഒന്ന് എടുത്ത് ഇട്ടേക്കണം കേട്ടോ. ഞങ്ങൾക്ക് കാണാനാണ്, ഞങ്ങൾക്ക് അവിടെ വരാതിരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ വരാൻ പറ്റണമില്ല, സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല. ഇവിടെ ഒന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ്. ഗൾഫിലും പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന ആളുകളാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. വരുന്ന നമ്മളെക്കുറിച്ച് അവർക്ക് അസൂയുണ്ട് കേട്ടോ, അതും കൂടി പറഞ്ഞേക്കാം. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ പോയി അവിടെ ആർമാദിച്ചിട്ട് പോവാ, എന്നിട്ട് വിവരങ്ങളൊക്കെ പറയേ എന്നൊക്കെ പറഞ്ഞ് സ്വല്പം അസൂയോടുകൂടി ഞങ്ങളെ ഇങ്ങോട്ടൊക്കെ വിട്ടേക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും അതൊരു വലിയ കൂട്ടായ്മയാണ്. അതെല്ലാം നമ്മുടെ ഈ കുഞ്ഞു കണ്ണൻ്റെ കെയർ ഓഫിലാണെന്നുള്ളതാണ് നമുക്ക് അത്ഭുതകരമായിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമോൻ, നമ്മുടെ സ്വാതിയെ ആണ് പ്രസവിച്ചെങ്കിലും ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മകനായിട്ടാണ് അവനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ പിറന്നാളിന് നമ്മുടെ എല്ലാവിധ ആശംസകളും നമ്മൾ കൊടുക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. കണ്ണൻ മോനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൻ മോന് ഭയങ്കര സന്തോഷമാണ്, ചിരിയാണ്. അപ്പൊ അവന്റെ സന്തോഷമാണ് നമ്മളുടെ ഈ സന്തോഷം. അവൻ ഗ്രൂപ്പിലൊക്കെ വരുന്ന ചിരിച്ച് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന അമ്മമാരാണ് ഞങ്ങളൊക്കെ. ഒരുപാട് അമ്മമാരുണ്ട്, ഒരമ്മയല്ല, അമ്മൂമ്മയല്ല കേട്ടോ. ഞാനൊക്കെ അമ്മൂമ്മയെ പെട്ടുന്ന ആൾക്കാരാണ് കേട്ടോ. റിട്ടയർ ചെയ്തിട്ട് തന്നെ ഒരു 10-15 വർഷമായി. അപ്പോൾ അത്രയും കൂട്ടത്തിലേക്ക്, അമ്മമ്മമാരുടെ കൂട്ടത്തിലേക്കൊക്കെ എന്നെ പെടുത്തിയാൽ മതി. അപ്പൊ ഞങ്ങളുടെ അമ്മമ്മമാരുടെയും അമ്മമാരുടെയും ഏറ്റവും കൂട്ടായ്മയാണ്. അതിന്റെ ഒരു ഹെഡായിട്ടാണ് എന്നെ ഇവിടെ എല്ലാവരും കൂടി പ്രതിഷ്ഠിച്ച് ഇവിടെ കയറ്റിയിരുത്തിയേക്കുന്നത്. അല്ലാതെ ഒന്നുമല്ല. അവതാരിക എഴുതിയ കാര്യം തന്നെ ഇവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എന്നെ ഇവിടെ ഇരുത്താൻ കാരണം ഈ അമ്മമാരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ കണ്ണന് ഒരു സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം എന്ന ഒരു വികാരം കൊണ്ടാണ്. അപ്പൊ ആ സ്നേഹം എന്ന ആ ശക്തിക്ക് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കുഞ്ഞും ആ കുഞ്ഞിന്റെ കുടുംബവും, സ്വാതിയുടെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, കുഞ്ഞു കൊച്ച്, എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആ കുടുംബത്തിന്റെ ആ അടുപ്പം, നമ്മളോടും നമുക്ക് അവരോടും ഉള്ള അടുപ്പം, അവരെന്നും സുഖമായിരിക്കട്ടെ, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, ആ കുഞ്ഞിനെ വളർത്താനായിട്ട് അവർക്ക് സാധിക്കട്ടെ, അവന് എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്തോഷവും അവന് കൊടുത്ത് അവനെ മാക്സിമം അവനെ സന്തോഷവാനാക്കി ഇരുത്താനായിട്ട് നമ്മളെല്ലാവരും പുറകെ ഉണ്ടാവും. നിങ്ങളുടെ ഒപ്പം ഞങ്ങളും ഉണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ ഈ ചടങ്ങിൽ വന്ന എല്ലാവരും, പ്രത്യേകിച്ച് അക്ഷയ്, എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അവൻ കൊച്ചു കുട്ടിയായിരിക്കും, 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോൾ അവനെ പഠിപ്പിച്ച് കവിതയൊക്കെ പഠിപ്പിച്ച് മത്സരത്തിനൊക്കെ കൊണ്ടുപോയി വന്നിരിക്കുന്ന കുട്ടിയാണ് അവൻ. അവനിപ്പോൾ ഇത്രയും വലുതായി, അവൻ കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞുണ്ട്. അപ്പൊ അപ്പൊ അതിന്റെ സോപാന സംഗീതത്തിന്റെ ആളാണ്. അപ്പൊ അമ്പലങ്ങളിലൊക്കെ സോപാന സംഗീതം പാടാൻ പോകും. അപ്പൊ ഞങ്ങള് വിളിച്ചപ്പോ ഞങ്ങളെ കൊണ്ടെടുക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞല്ലോ, അമ്മമ്മമാരായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾക്ക് സഹായം വേണം. അപ്പൊ ഞങ്ങൾക്ക് സഹായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേരാ. അധ്യാപകർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട്, പഠിപ്പിക്കുന്ന കൊച്ചുങ്ങൾ നമ്മുടെ കൂടെ വന്നോളും. അപ്പൊ ഞങ്ങളിപ്പോ കൊണ്ടെടുക്കണ കാറില് അവനാണ് കൊണ്ടെടുക്കുന്നത്. അപ്പൊ ഇവന് അവന്റെ വൈഫിന് കുഞ്ഞിനെ വലിയ പരിചയമാണ് യൂട്യൂബിൽ കൂടി. അപ്പം അവനും ഞങ്ങളുടെ കൂടെ വന്നു. അപ്പം പാട്ട് പാടാനായിട്ട് നല്ല ടാലൻ്റ് ഉള്ള ആളാണ്. അപ്പം നിങ്ങളെ എൻ്റെ പാട്ടും പാടി കേൾപ്പിച്ച് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചത് നമുക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കുന്നതോടൊപ്പം
എല്ലാവരും ഇവിടെ വന്ന് പങ്കുചേർന്ന് എല്ലാവരും പുസ്തക പ്രകാശനത്തിലും എല്ലാ കാര്യങ്ങളിലും പിന്നെ ഇവിടെ ഈ ചടങ്ങുകളിലും ഒക്കെ പങ്കുകൊണ്ടും സംസാരിക്കും ഒക്കെ ചെയ്ത എല്ലാവർക്കും സ്വാതിയുടെയും കുടുംബത്തിൻ്റെയും പേരിൽ കണ്ണൻ്റെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. കുഞ്ഞിന് ഈ സമ്മാനം കൂടി